ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇഫ്താർ സ്നാക്ക് റെസിപ്പീൻ്റെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ആ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാവുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് മറ്റേ ബജിയാക്കുന്ന മുളകാണ് കേട്ടോ. ആവശ്യമുള്ളത് എടുക്കുക. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് വേണം, ഒരു ഉള്ളി വേണം, ഒരു പച്ചമുളക് വേണം. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് എന്ത് ചെയ്യുക, തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളെ പച്ചമുളകിന് 3 നട്ടോ എടുത്തത് വലുതായതുകൊണ്ട് അങ്ങനെ അത് നടുവേ പൊളന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരുവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കളയാട്ടോ. അത് ഭയങ്കര എരിവാണ്, അതുകൊണ്ട് അതൊന്ന് കളഞ്ഞെടുക്കുക. അങ്ങനെ 3ൻ്റെയും ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, കയറി ഫോളോ ചെയ്യാം കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മളെ ഉള്ളി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ, ഭയങ്കര എരിവോ അല്ലെങ്കിൽ. അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ മുളകിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ച് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു മുളക് ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ആയതിനു ശേഷം നമുക്കതൊന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ആക്കി വെക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ചാച്ചാ ബൈ ബൈ.